ഭഗവാനെ, എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിലും ദുർഗ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എപ്പോഴെങ്കിലും ഒരു ദിവസം മരണത്തിനെ തോൽപ്പിച്ച് എന്റെ അമ്മ എന്റെ അടുത്ത് തിരിച്ചു വരുമോ? ഇവളുടെ നാവ് കൊണ്ട് ഭഗവാൻ പറയിച്ചതാണോ അത്? എനിക്ക് വീണ്ടും പ്രതീക്ഷ തരാണോ? കേട്ടില്ലേ കണ്ണ, അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്ത ചോദിക്കുന്നത് കേട്ടില്ലേ? അങ്ങേക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവളെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തൂടെ? രാധികെ, പ്രതീക്ഷയുടെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ അത് കെട്ടുപോകാതെ നിന്റെ മനസ്സിൽ കിടക്കണം. എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അമ്മ ഒരിക്കൽ തിരിച്ചു വന്നിരിക്കും. വരുൺ, ഈ അവസ്ഥയിൽ ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല. ഇനി മുൻപോട്ടെന്താ പ്ലാൻ? ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന സംഭവങ്ങൾ കാരണം മനസ്സ് നേരെ നിൽക്കാത്തൊരവസ്ഥയില. ഓക്കെ, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്താലേ പറ്റൂ. നിങ്ങളുടെ കഥകളൊക്കെ ഞാൻ കേട്ടു. ഈ നടക്കുന്ന ചതികൾക്കൊക്കെ ഒരു പകരം വീട്ടൽ അത്യാവശ്യമല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങണം കിരൺ.
അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു മിനിറ്റ്. ആ ദുർഗ പറഞ്ഞു. കിരൺ, ബെഞ്ചമിനും ഗുണ്ടകളും നമ്മുടെ ടീമിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ട്. ബെഞ്ചമിനോ? യെസ്, നമ്മുടെ ടീം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാവശ്യമായിട്ട് നമ്മൾ അവിടെ എത്തിയേ പറ്റൂ. കിരൺ എവിടെയാ? ഞാനിവിടെ വരുണ സൂര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറപ്പെടണം. അവർക്ക് യാതൊരു സംശയവും കൊടുക്കരുത്. അവരുടെ കസ്റ്റഡിയിലുള്ള സ്ത്രീ ശ്യാമ മേഡം തന്നെയാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. കിരൺ, പെട്ടെന്ന് ഇറങ്ങ്. ഓക്കെ, ഞാനത് പുറപ്പെട്ടു. ഓക്കെ. വരുൺ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ട്. കിരൺ, നിങ്ങളിപ്പോ ആരോട് സംസാരിച്ചേ? എന്തു പറ്റി? അല്ല, നിങ്ങളിപ്പോ ബെഞ്ചമിൻ എന്ന പേര് പറഞ്ഞല്ലോ, ശ്യാമാമടത്തിന്റെ പേരും പറഞ്ഞില്ലേ? അതൊരു പത്ര റിപ്പോർട്ടറായിരുന്നു. കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാൻ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്നോട് ചോദിച്ചതാ. ഓക്കെ വരുൺ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്.